What's up guys? Welcome back to our channel. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീറ്റ് മീലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലും ഈ പറയുന്ന രീതിയിൽ ഒബിസിറ്റി ആയിട്ടുള്ള ആളുകൾ കൂടി വരികയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഭക്ഷണക്രമമൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓവർ വെയിറ്റ് ആയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓവർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് അല്ലെ ഭക്ഷണക്രമമൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പാട്. മര്യാദയ്ക്ക് ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഓവർ ഫാറ്റും ഓവർ ജങ്കും അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ചീറ്റ് മീലും വരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയാണ് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീറ്റ് മീൽ എന്താണ്, അതുപോലെ ചീറ്റ് മീൽ എപ്പോഴൊക്കെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്, ഇത് വർക്കിംഗ് ആണോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലാഗടിക്കാതെ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് ചീറ്റ് മീൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ഡയറ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ. നമ്മൾ ആ ഡയറ്റ് എപ്പോഴെങ്കിലും വെച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാരണവശാലും അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൺസിസ്റ്റൻസി നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് കുറേ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. കാരണം രുചിയുള്ള ഭക്ഷണങ്ങളൊന്നും കിട്ടുന്നില്ല, നമുക്ക് നല്ല വിശപ്പ് ഫീൽ ചെയ്യും, നമ്മുടെ ഹങ്കറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷനോട്ട് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഡയറ്റ് കളഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ജങ്ക് ഫുഡുകളിലോട്ട് വീണ്ടും തിരിച്ചു പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീറ്റ് മീൽ കഴിക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ക്ലീൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ജങ്ക് ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു നേരത്തേക്ക്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ചീറ്റ് ചെയ്യണമെന്ന് പറയത്തില്ല, ഒരു നേരം ചീറ്റ് മീലിൻ്റെ കാര്യമായിരിക്കും നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ചീറ്റ് മീൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഒരു നേരം മാത്രമേ നമ്മളിവിടെ ചീറ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഹൈ കലോറി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തി വരുന്നില്ല. അതിന് ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു ഫുഡ് അല്ലെങ്കിൽ ഹൈ കലോറി ആയിട്ടുള്ള ഒരു ഫുഡ് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. പിസ്സ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, ബർഗർ കഴിക്കാവുന്നതാണ്, KFC കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നൊരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ഡയറ്റിൻ്റെയും കൂടെ, എല്ലാ ക്ലീൻ ഡയറ്റുകളുടെയും കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല. ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീറ്റോ ഡയറ്റ് ഒക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. കാരണം വെച്ചാൽ അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്, ഫാറ്റും പ്രോട്ടീനും മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചീറ്റ് ഡേ നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ ചീറ്റ് മീൽ കയറ്റാൻ വേണ്ടി പറ്റത്തില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡയറ്റുകൾക്കകത്ത് മാത്രമേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു എന്താ പറയണ്ടേ ചീറ്റ് മീൽ കയറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കുവാണ്, ടെമ്പററി ആയിട്ടൊരു പെർമിഷൻ കൊടുക്കുവാണ് ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഹൈ കലോറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ ചീറ്റ് മീൽ എന്ന് പറയുന്നത്. ഇനി എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഈ സംഭവം കഴിക്കാം, നമുക്ക് എപ്പോഴൊക്കെയാണ് ഈ പറയുന്ന ചീറ്റ് മീൽ ട്രൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്യാവുന്നതാണ്. ആർക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫിറ്റ്നസ് ഉള്ളവർക്ക്, അതായത് നല്ല രീതിയിൽ ഇപ്പോൾ നല്ല ഒരു ഫാറ്റി ഒന്നും ഇല്ലാത്തൊരു ശരീരമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ നല്ല മസ്കുലർ ആയിട്ടുള്ള ശരീരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ അതേസമയം നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം ഫാറ്റ് ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ജിമ്മിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കരുത്. ഒരു മാസത്തോളം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ചീറ്റ് മീൽ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതായത് നല്ല ഫിറ്റ്നസ് ഉള്ള ആളുകൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം. അത് ഒരു മീൽ മാത്രം ട്രൈ ചെയ്യുക, അതും ഒരു പിസ്സ എന്നൊക്കെ പറയുമ്പോൾ അത് മൊത്തത്തോടെ എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 പിസ്സ നമ്മൾ ഈ പറയുന്ന മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന പിസ്സ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബർഗർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നല്ല ഫിറ്റ്നസ് ഇല്ലാത്തവർക്ക്, ഒരുപാട് ഫാറ്റ് ശരീരത്തിലുണ്ട്, കാരണം ഓൾറെഡി കുറേ ചീറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നിങ്ങൾ ഫാറ്റ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ വീണ്ടും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാറ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉള്ളവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എപ്പോഴാണ് ഈ പറയുന്ന ചീറ്റ് മീൽ കൺസ്യൂം ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിന്നർ ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കാരണം കൂടുതൽ സമയത്ത് നമ്മൾ ഫ്രീ ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിന്നർ സമയത്തായിരിക്കും. രാവിലെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ കൂടെ നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിന്നർ ടൈമിലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീറ്റ് മീൽ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചീറ്റ് മീൽ ഈ പറഞ്ഞ രീതിയിൽ എത്രത്തോളം കഴിക്കണം, ആരൊക്കെയാണ് കഴിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ഫിറ്റ്നസ് ലെവലിലുള്ളവരാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. ഇനി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ ആ ഒരു കറക്റ്റ് ക്ലീൻ ആയിട്ടുള്ള ഡയറ്റിനെ ഫോളോ ചെയ്യാനാണ് ഏറ്റവും ഡിഫിക്കൽറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ക്ലീൻ ഡയറ്റിനെ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു എന്താ പറയുക ട്രിക്ക്, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു റിവാർഡ് എന്നൊക്കെ നമുക്ക് വേണം പറയാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഡോഗിന് ഒരു ട്രീറ്റ് ഒക്കെ കൊടുക്കത്തില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ട്രീറ്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്ലീൻ ഡയറ്റിൽ നമ്മൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമുക്ക് നല്ല ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു റിവാർഡ് നമുക്ക് തരുന്നതായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും വർക്കിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ ബേൺ ചെയ്യുന്നതിനും കൂടുതൽ കലോറീസ്
നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ഗെയിനിങ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം അത് നേരെ തിരിച്ചാണ്. നല്ലൊരു ഡയറ്റ് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് കൂടുതൽ കലോറീസ് ബേൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇന്ത്യക്ക് കുറവായിരിക്കും, പക്ഷേ എല്ലാ ന്യൂട്രീഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഒരു പെർഫെക്റ്റ് ഡയറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചീറ്റ് മീൽ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം വേറെ ഒരു കാര്യവും ഇല്ല. ചീറ്റ് മീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിസം എല്ലാം ഇമ്പ്രൂവ് ആകുന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലെപ്റ്റിൻ്റെ ലെവലിൽ ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ടായിരിക്കും ഈ പറയുന്ന രീതിയിൽ മെറ്റബോളിസം നല്ലപോലെ ആക്കുന്നത്. ഈ ലെപ്റ്റിൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഹങ്കർ ഉണ്ടല്ലോ, നമുക്ക് വിശപ്പിനെ ഇല്ലാതാക്കുന്ന ഒരു ഹോർമോൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമുക്ക് വിശപ്പ് തോന്നത്തില്ല, നമ്മുടെ വിശപ്പിനെ സപ്രസ് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന ലെപ്റ്റിൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലെപ്റ്റിൻ്റെ എമൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലെപ്റ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശപ്പ് തോന്നുമ്പോൾ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യും. പക്ഷേ അതേസമയം നമ്മൾ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചീറ്റ് മീൽ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ലെപ്റ്റിൻ്റെ എമൗണ്ടിനെ കൂട്ടാൻ വേണ്ടി സാധിക്കും എന്നാണ് ചില റിസർച്ചുകൾ പറയുന്നത്. തിയററ്റിക്കൽ ആയിട്ടുള്ള റിസർച്ചുകളാണ്. അപ്പോൾ ഈ പറയുന്ന റിസർച്ചുകൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന രീതിയിൽ ലെപ്റ്റിൻ കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്ലീൻ ഡയറ്റിലോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ഗെയിനിങ് ഒന്നും ആകത്തില്ല എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന രീതിയിൽ ചീറ്റ് മീൽ നമ്മൾ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ചീറ്റ് മീലിൻ്റെ ഡിസഡ്വാൻറ്റേജിലോട്ട് നമുക്ക് പോകാം. അതായത് ഇത് അഡ്വാൻറ്റേജുകൾ മാത്രമല്ല ഉള്ളത്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ കൂടുതൽ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീറ്റ് മീലിനെ പറ്റിയൊക്കെ അറിയുന്നത് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയും സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ഷെയർ ചെയ്യുന്ന സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ വഴിയായിരിക്കും നമ്മളെല്ലാവരും തന്നെ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഹൈ കലോറി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർക്ക് ഇത്രയും ഒരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്, അല്ലെങ്കിൽ ബോഡി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നല്ലപോലെ വർക്കൗട്ട് ചെയ്യാതെ ഈ പറയുന്ന ജങ്ക് ഫുഡ് മാത്രം കയറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ചേഞ്ചസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നൊരു കണ്ടീഷനോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഇമോഷണലി നമ്മുടെ ഈ പറയുന്ന ഫുഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കാത്തൊരു കണ്ടീഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഫുഡിനോട് കൂടുതൽ അഡിക്ഷൻ തോന്നുന്ന ഒരു കണ്ടീഷനോട്ട് പോകാനുള്ള സാധ്യതയാണ്. കാരണം കുറേ നാളുകൾക്ക് കൂടിയിട്ട് ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ചിലപ്പോൾ ഇത്രയും നല്ലൊരു ഫുഡ് കിട്ടിക്കഴിയുമ്പോൾ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈ കലോറി ഫുഡ് കിട്ടിക്കഴിയുമ്പോൾ ഇരുന്ന് അത് മൊത്തം കഴിക്കാനുള്ള ഒരു സാഹചര്യത്തോട്ട് പോകാനുള്ള കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു പ്രോബ്ലമാണ്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെ ഒരു തോന്നലുണ്ട്. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതിക്കുക എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ഡയറ്റൊക്കെ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് പോകാൻ നേരത്തെ ഇങ്ങനെ ചീറ്റ് മീൽ കഴിക്കുമ്പോൾ ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗിൽറ്റി ഫീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ കണ്ടിട്ട് വേണം നമ്മൾ ഈ ചീറ്റ് മീൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഏതായാലും ഒരു സമ്മറിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ട്, ഒരു ക്ലീൻ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ട് എന്ന് താല്പര്യമുള്ളവരാണെന്നുള്ളവർക്ക്, അതായത് ഫുഡിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ നല്ലൊരു ഫുഡൊക്കെ വാങ്ങി കഴിച്ച് നല്ല ഹൈ കലോറി ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടി കഴിയും എന്നുള്ളവരാണെങ്കിൽ മാത്രം ഈ പറയുന്ന രീതിയിൽ ചീറ്റ് മീൽ എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അൺകൺട്രോളബിൾ ആണ്, നിങ്ങൾക്ക് ഈ ചീറ്റ് മീൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബിഞ്ച് ഈറ്റിംഗ് ഉണ്ട്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ചീറ്റ് മീൽ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് സമ്മറിയിലായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളത്. ഇത് 100% വർക്കിംഗുമാണ്. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയറും ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Bye.